സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ വിടാതെ പിന്തുടരുകയാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയെയും ഭർത്താവ് അശ്വിൻ ഗണേഷിനെയും. ഇവരുടെ കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ ആഘോഷത്തിൽ അശ്വിൻ്റെ വീട്ടുകാരെ ക്ഷണിച്ചിരുന്നില്ല. ദിയയുടെ മാതാപിതാക്കൾ ഒരുക്കിയ സർപ്രൈസ് ആഘോഷമായിരുന്നു. സ്വന്തം പേരക്കുട്ടിയുടെ 1ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അശ്വിൻ്റെ വീട്ടുകാരുടെ സാഹചര്യം വലിയ ചർച്ചയായി. ഇതിനിടെ ദിയ അടുത്തതായി പങ്കുവച്ച വ്ലോഗിൽ ബന്ധുക്കളെ ക്ഷണിക്കാതെ പിറന്നാളാഘോഷം നടത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. നാട്ടിൽ വെറുതെ ഹോട്ടൽ റൂമെടുത്ത് വെറുതെ പൈസ ചെലവാക്കി കുറേ പേരെ വിളിക്കണം. അവർ വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു തരുന്നില്ല എന്ന സാഹചര്യം വേണ്ടെന്ന് കരുതി. കുഞ്ഞിനിത് ഓർമ്മയൊന്നും കാണുന്നില്ലല്ലോ. വെറുതെ ഒരു അലമ്പ് വേണ്ടെന്ന് വെച്ചു. ഞാൻ പാർട്ടികൾ ഹോസ്റ്റ് ചെയ്യുന്ന ആളല്ല, എനിക്കത് പറ്റാറില്ല. ഏറ്റാൽ ചെയ്യും. അശ്വിനായാലും അത് താല്പര്യമില്ല. അശ്വിനും പ്രൈവറ്റായി നമ്മൾ 3 പേരും മതി എന്നാണ്. കുഞ്ഞു കുറച്ചു വലുതായിട്ട് ഓർമ്മ വയ്ക്കുന്ന പ്രായമായാൽ പിറന്നാൾ ആഘോഷം നടത്താം. ഇപ്പോൾ അവനൊന്നും ഓർമ്മയുണ്ടാകില്ലെന്നും ദിയ കൃഷ്ണ പറഞ്ഞു. വ്യാപക വിമർശനമാണ് ദിയയ്ക്കും അശ്വിനും വരുന്നത്. പിറന്നാളിൽ പങ്കെടുക്കാൻ വരുന്നവർ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളയുമോ എന്നാണ് വിമർശിക്കുന്നവരുടെ ചോദ്യം. ദിയയുടെ വീഡിയോയ്ക്ക് താഴെ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ കമൻറ്റുകളുണ്ട്. അശ്വിനെ വിമർശിച്ചുകൊണ്ടാണ് കമൻറ്റ്. അശ്വിൻ, നീ ഇങ്ങനെയൊരാളാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നിന്റെ പഴയകാലം നീ മറന്നുപോയോ? ഒരു പെണ്ണിനെ കിട്ടിയതും നിനക്കുണ്ടായിരുന്ന എല്ലാം നീ വിട്ടോ? ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഇത്രയും കാലം നിന്നെ വളർത്തിയ മാതാപിതാക്കളെ നീ കൈവിട്ടു. നിന്റെ സഹോദരനെയും കൈവിട്ടു. നിന്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ദിനത്തിൽ നീ അവരെ ഓർക്കുന്നില്ല. എന്തു ദുഃഖകരമാണ് എന്നാണ് തമിഴിൽ വന്നിരിക്കുന്ന കമൻറ്റ്. തമിഴ്നാട്ടുകാരാണ് അച്ഛനും കുടുംബവും. ഏറെക്കാലമായി ഇവർ കേരളത്തിലാണ് താമസം.